നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മളൊപ്പം ഹിന്ദു ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ GS2 ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ വേണ്ടത് എൻഹാൻസിംഗ് ഗവർണൻസ് ഡിജിറ്റൽ വേ. അപ്പം എൻഹാൻസിംഗ് ദ ഗവർണൻസ് ഡിജിറ്റൽ വേ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഗവർണൻസ് ഉള്ള ടോപ്പിക്കാണ്. നമുക്ക് കൃത്യമായിട്ടും ഗവർണൻസ് ഉള്ള നമ്മുടെ ആ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഈ ഗവർണൻസും. നിങ്ങൾ PYQs മെയിൻസിന്റെ PYQs നോക്കിയിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ആ ഒരു ഈ ഗവർണൻസ്. സോ നമുക്ക് വ്യക്തമായിട്ട് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ ഗവർണൻസ്, അതിന്റെ ഈ പറഞ്ഞ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഗവർണൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും പിന്നെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഓഫ് ഈ ഗവർണൻസ് ഇൻ അവർ കൺട്രിയും നമുക്ക് ആ ഒരു ടോപ്പിക്കിനകത്ത് വ്യക്തമായിട്ട് പഠിച്ചു പോകാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്കും ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. മെയിൻ റിലേറ്റഡ് ആർട്ടിക്കിൾ തന്നെയാണ്. അനാലിസിസ് 2023 കാസ്റ്റ് ബേസ്ഡ് സെൻസസ് ഓഫ് ബീഹാർ. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ പറഞ്ഞ പോലെ ബീഹാറിൽ നമ്മൾ കാസ്റ്റ് ബേസ്ഡ് സെൻസസ് അവിടെ ലോക്കലി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഈ പറഞ്ഞ പോലെ പക്ഷേ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നാഷണൽ ലെവലിൽ നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടത്തിയിട്ട് കുറച്ച് നാളായി. പക്ഷെ അങ്ങനെയുള്ള സെൻസസ് നടത്തുന്നതിനുള്ള എന്താണ് അതിന്റെ ആവശ്യകത, എന്തിനാണ് ഇങ്ങനെ കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടത്തുന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സെൻസസ് നടപ്പാകുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള പോയിന്റാണ് ആ ഒരു ടോപ്പിക്കിൽ മെയിൻസ് റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവർണൻസിന്റെ പെർസ്പെക്ടീവിലും പഠിക്കുന്നത്. ദെൻ മൂന്നാമത്തും നാലാമത്തെ ടോപ്പിക്ക് നമുക്ക് പ്രിലിംസിന്റെ ബേസിലായിട്ടുള്ള ആർട്ടിക്കിളാണ്. അതിൽ മൂന്നാമത്തെ ടോപ്പിക്ക് ഉജാല സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. LED ലൈറ്റുകളൊക്കെ കൂടുതലും ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 2015 ഗവൺമെന്റ് അവതരിപ്പിച്ച ഒരു സ്കീമായിരുന്നു ഈ ഉജാല സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്കീമിന്റെ ഇപ്പം 10th ആനിവേഴ്സറി ഇയർ ആണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഗവൺമെന്റിന്റെ PIB സൈറ്റിൽ ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ടുള്ള സമയങ്ങൾ എസ്പെഷ്യലി നമ്മൾ ഇനി അങ്ങോട്ട് പ്രിലിംസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയങ്ങളായിരിക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ പത്രം വായിക്കുന്നതിനൊപ്പം തന്നെ സർക്കാരിന്റെ PIB വെബ്സൈറ്റും കൂടെ റെഫർ ചെയ്യുന്ന നല്ലതായിരിക്കും. അത് വൺസ് ഇൻ എ വീക്ക് മതി, എല്ലാ ദിവസവും ഇല്ലെങ്കിലും വൺസ് ഇൻ എ വീക്ക് എങ്കിലും ഗവൺമെന്റ് PIB സൈറ്റ് റെഫർ ചെയ്യുന്നതും പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങളുടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള ആർട്ടിക്കിളാണ് മൂന്നാമത്. നാലാമത്തെ ആർട്ടിക്കിളും സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. PM SSV എന്നുള്ള സ്കീമാണ്. ഇത് ഒക്ടോബറിൽ ഗവൺമെന്റ് അവതരിപ്പിച്ചതാണ്. ബട്ട് റീസെന്റ് ഇന്നലെയും അത് ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ന്യൂസ് പേപ്പറിലും ആ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ ഈ ഒരു SSV എന്ന് പറയുന്ന എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എസ്പെഷ്യലി സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിലെ സ്റ്റുഡൻസിനെ അപ്ലിഫ്റ്റ് വേണ്ടിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിച്ച സ്കീമാണ് PM SSV എന്നുള്ളത്. അപ്പൊ അത് എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ GS പേപ്പർ 2 റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ദെൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നാല് ടോപ്പിക്കും വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മോഡൽ MC കൂടെ പ്രിലിംസ് ബേസ്ഡ് MC കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് എൻഹാൻസിംഗ് ഗവേണൻസ് ഡിജിറ്റൽ വേ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എൻഹാൻസിംഗ് ഗവേണൻസ് ഡിജിറ്റൽ വേ എന്ന് പറയുമ്പോഴേക്കും അത് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല ഈ ഗവേണൻസിനെ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിലാണ് നമ്മൾ ഈ വെറും ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും ബാക്കി എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളാകാം, കമ്പനികളാകാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാകാം. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മറ്റ് എൻറ്റിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ ഗവേണൻസിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ഇലക്ട്രോണിക് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലായിരുന്നു നമുക്കിപ്പോൾ സർക്കാരിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപേക്ഷ കൊടുക്കാനായിട്ടുണ്ട്. സർക്കാർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ ആയിക്കോട്ടെ. ഇവിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അപേക്ഷകൾ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കറിയാം നേരിട്ട് നമ്മൾ ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഒരു നിലപാടായിരുന്നു പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ല നമുക്കുള്ളത്. ഇപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒന്നും വേണ്ട, നമുക്കിപ്പോൾ വീട്ടിലും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതുപോലെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റം കാര്യങ്ങൾ ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കേരള ഗവൺമെന്റ് വെബ്സൈറ്റ് ഉണ്ട്, ഈ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഈ ഡിസ്ട്രിക്ട് എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ, ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഈ പറഞ്ഞ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ വരെ പോകേണ്ട നിർബന്ധം ഇല്ലതാനും. ഇനി അങ്ങനെ എല്ലായ്പ്പോഴും അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വക സൗകര്യങ്ങൾ ഈ പറഞ്ഞ സർവീസുകൾ അവൈൽ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഇന്ററാക്ഷൻസിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് വിളിക്കുന്നത്. പണ്ട് കാലങ്ങളിലും ഉണ്ട് ഇത് വെറും ഗവേണൻസ് ആയിരുന്നു. ബട്ട് ഇന്നിപ്പോൾ ഇലക്ട്രോണിക് മീൻസിന്റെ സഹായത്തോടെ നടത്തുന്ന ഗവേണൻസ് ആയതുകൊണ്ടാണ് ഇതിനെ ഈ ഗവേണൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഇതിനൊരു പ്രോപ്പർ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ചോദ്യങ്ങളൊക്കെ മെയിൻസ് വരുമ്പോൾ നമുക്കൊരു ഡെഫിനേഷൻ ടേം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് വേൾഡ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനേഷനാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. സോ വേൾഡ് ബാങ്ക് ഡിഫൈൻസ് ഈ ഗവേണൻസ് ടു ബി ആസ് ദ യൂസ് ഓഫ് government agencies of information technology such as wide area networks, internet, mobile computing that have the ability to transform relations with citizens, businesses and other arms of ഗവൺമെന്റ്. അത് ഞാൻ തുടക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗവൺമെന്റും ഈ പറഞ്ഞ പോലെ സിറ്റിസൺസും ബിസിനസ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ, അത് ഇലക്ട്രോണിക് രീതിയിൽ കണക്ഷൻസ് വ്യാപിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഗവേണൻസ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എങ്കിലാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഈ പറഞ്ഞ രീതിയിൽ ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗവേണൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്തിനാണ് നമുക്ക് ഇത് ആവശ്യം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഫോർ ദ ഫാസ്റ്റ്
ഫാസ്റ്റ്, കൺവീനിയന്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് സർവീസ് ഡെലിവറി. അതായത് ഇതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സർവീസ് ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ നിന്ന് ഒരു അറിയിപ്പ്, അതായത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പം ഗ്രാമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഈ പറഞ്ഞ പോലെ നമുക്ക് പാസ്സാക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ആ നാട്ടിലെ എല്ലാ വീടുകളിലും ഈ പറഞ്ഞ നമുക്ക് ആ ഗ്രാമസഭയുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് കൊണ്ടുവരണം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ പൊതുവിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗ്രാമസഭയുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഇടയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെ ഈ ഗ്രാമസഭയുടെ നോട്ടീസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരാളെ നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാവും. പഞ്ചായത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരാൾ ഈ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ആൾ ചിലപ്പോൾ പഞ്ചായത്തിൽ വേറെ വർക്കുള്ള ആളായിരിക്കും. അപ്പൊ ആ വർക്ക് അവിടെ പെൻഡിങ് വെച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള നോട്ടീസുകളൊക്കെ വിതരണം ചെയ്യാനായിട്ട് വീടുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഇങ്ങനെ വീടുകളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ ഇപ്പം വീടുകളിൽ ആളില്ലെങ്കിൽ നമുക്ക് ആ കത്ത് പുറത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ ആ കത്ത് അവിടെ നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ആക്ച്വലി അവിടെ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻ 100% ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ഒരു പകുതി വേണമെങ്കിൽ 50-60% എത്തുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ അത് സമയം എടുക്കും. അതായത് ഒരു പഞ്ചായത്തിൽ തന്നെ എല്ലാ വീടുകളിലും ഒരു ദിവസം കൊണ്ടൊന്നും പറ്റിയേക്കത്തില്ല, ഒരു വ്യക്തി മാത്രം ഉള്ളതെങ്കിൽ. അപ്പൊ നമുക്ക് ഒരുപാട് സമയം എടുത്തേക്കാം. അപ്പൊ അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പഞ്ചായത്തുകൾ നിങ്ങൾക്കറിയാം, വാർഡ് തലങ്ങളിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ കൂട്ടായ്മയുണ്ട്. അതായത് വാർഡ് മെമ്പേഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വാട്സ്ആപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം മിക്ക ആളുകളും, എല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരു 80% മുകളിൽ ആളുകളും ഈ പറഞ്ഞ പോലെ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, ആ ഒരു വാർഡ് തലത്തിൽ എല്ലാ ആളുകളും കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യുന്നു, ഈ അറിയിപ്പ് കൊടുക്കുന്നു. അതായത് ഇന്ന ദിവസം നമ്മുടെ വാർഡ് തലത്തിൽ ഒരു ഗ്രാമസഭാ മീറ്റിംഗ് ഉണ്ട് എന്ന് അറിയിപ്പ് കൊടുക്കുന്നു. അപ്പോൾ നോക്കിയാൽ നേരത്തെ നമ്മൾ ഈ കത്തുകൾ കൊടുക്കുമ്പോഴേക്കും ഒരുപാട് ദിവസങ്ങൾ എടുക്കുമായിരുന്നു ഈ പറഞ്ഞ പോലെ ആ വാർഡിലെ എല്ലാ വീടുകളിലൂടെ അത് അറിയിപ്പ് എത്തിക്കാനായിട്ട്. ഇതങ്ങനെയില്ല, ഒരു ദിവസം ആ ഒരു സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലെ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ ഈ ഞാൻ പറഞ്ഞ പോലെ 100% ആളുകൾക്ക് കൊണ്ടാണ് നിർബന്ധമില്ല. എന്നാലും നമുക്ക് നേരത്തേക്കാളും കുറേ കൂടി എഫിഷ്യൻസി ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ബിക്കോസ് ഇന്നിപ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാ ആളുകൾക്കും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള കാരണം തന്നെ നമുക്ക് കുറച്ചുകൂടെ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് പാസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കൺവീനിയന്റ് ആണ് അല്ലെ. മറ്റേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ ചില വീട്ടിൽ ആൾ ഉണ്ടാവണം നിർബന്ധമില്ല. ഇത് അങ്ങനെ വേണ്ട. ആൾക്കാരെല്ലാം അവരുടെ ഫോണിൽ നെറ്റ് ഓൺ ആകുമ്പോഴേക്കും ഈ മെസ്സേജും കാര്യങ്ങളും കിട്ടിക്കോളും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നേരത്തെ ഈ പറഞ്ഞ പോലെ നോട്ടീസ് പ്രിന്റ് അടിക്കണം, അത് കൊടുക്കാനായിട്ട് ഒരാളെ നമ്മൾ വെക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ കോസ്റ്റും അതിനകത്ത് വരുന്നുണ്ട്. സോ നമ്മൾ ഈ ഗവേണൻസ് ആയി കഴിയുമ്പോഴേക്കും ഇത് ഫാസ്റ്റ് ആണ്, കൺവീനിയന്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസ് ഡെലിവറിയിലേക്ക് ഇത് നമ്മളെ സഹായിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പം ഓരോ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലവിധ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഒന്നെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ EWS, അങ്ങനെ പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഇതിനൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പഞ്ചായത്തുകളിലൊക്കെയാണ് നമ്മൾ നേരിട്ട് അനുവാദം മീൻസ് അപേക്ഷ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നേരിട്ട് എന്ന് അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും മേ ബി പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പേരൻസ് ഒക്കെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ദിവസത്തെ വർക്കിൽ നിന്ന് ലീവ് ഒക്കെ എടുത്തിട്ടായിരിക്കും അവർ പഞ്ചായത്ത്, കാരണം വർക്കിംഗ് ഡേ ചെന്നാലേ പഞ്ചായത്ത് കാര്യമുള്ളൂ. അപ്പം ഇവരുടെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ദിവസം ലീവ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഇവർ പോയി അപേക്ഷ പൂരിപ്പിച്ച് കൊണ്ടേ കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ അപേക്ഷ കൊണ്ടേ പൂരിപ്പിച്ച് കൊടുക്കുന്ന ദിവസം അതിന് കൺസേൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ലീവ് ആണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാനും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ലീവ് എടുക്കുകയും ചെയ്ത് നമുക്ക് നമ്മുടെ പേയ്മെന്റും പോയി പഞ്ചായത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒട്ട് വർക്ക് അന്ന് നടന്നൊന്നും വന്നേക്കത്തില്ല. അപ്പോൾ ഒരുപാട് ഡിലേ അവിടെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ലീവ് ആണെങ്കിൽ എന്നാണോ വരുന്നത് അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ അത് ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പം പഞ്ചായത്തിൽ നിന്ന് വേറെ കളക്ടറേറ്റിലേക്ക് പോകേണ്ട ഫയലാണെങ്കിൽ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം, പഞ്ചായത്തിൽ നിന്ന് കളക്ടറേറ്റിൽ ഒരാൾ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫയലിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ ഫിസിക്കലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയൽ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് എന്നുള്ള ഒരു പോർട്ടൽ ഉള്ള കാരണം തന്നെ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ എന്താണോ നമുക്ക് സർവീസ് വേണ്ടത്, ഇപ്പൊ ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് വേണേൽ തന്നെ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇത് കഴിയുമ്പോൾ കൺസേൺ ആയിട്ടുള്ള പഞ്ചായത്തിലേക്ക് ആ ഫയൽ ചെന്നോളും. അവിടെ ഈ പറഞ്ഞ കൺസേൺ ആയ ഉദ്യോഗസ്ഥർ അത് നോക്കി നേരെ ഈ പറഞ്ഞ പോലെ അടുത്ത ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നേരെ അത് കളക്ടറേറ്റിലേക്ക് പോകേണ്ടതാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് ആ ഫയൽ പോകും. പണ്ട് കാലങ്ങളിൽ പഞ്ചായത്തിൽ നേരിട്ട് ഒരാൾ കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു കളക്ടറേറ്റുകളിൽ. അപ്പൊ അത് ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ അതിനൊന്നും ആവശ്യമില്ല, ഫാസ്റ്റ് ആണ്, കൂടുതലും ഫാസ്റ്റ് ആണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലീവ് എടുത്ത് പഞ്ചായത്തിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലിരുന്നാണ് തന്നെ ഈ പറഞ്ഞ പോലെ രാത്രി ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ആ സമയത്തിരുന്ന് വീട്ടിലിരുന്ന് ആ അപേക്ഷ നമ്മൾ പൂരിപ്പിച്ച് അയച്ചാൽ മതി. സോ കൺവീനിയന്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇവിടെ സർവീസ് ഡെലിവറി സാധ്യമാക്കാനുണ്ട്. ബിക്കോസ് പേപ്പർലെസ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരത്തെ പേപ്പറിലൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ പേപ്പറിന്റെ പൈസ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കുറെ കൂടെ എക്കോ ഫ്രണ്ട്ലി ആകാൻ പറ്റി, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഫാസ്റ്റ്, കൺവീനിയന്റ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സർവീസ് ഡെലിവറി സാധ്യമാകുന്നുള്ളത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് ട്രാൻസ്പെറന്റും അക്കൗണ്ടബിളും റെഡ്യൂസ്ഡ് കറപ്ഷനും കൊണ്ടുവരാൻ സാധിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പണ്ട് കാലങ്ങളിൽ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് പറയാം. 100% കറപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇന്നത്തേക്കാൾ കൂടുതലായിരുന്നു വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഫിസിക്കലി കൊണ്ട് ഈ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും മേ ബി അത് മനഃപൂർവ്വം ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, ആ ഫയല് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കും, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് ഇന്ന ഫയൽ ഇന്ന സർട്ടിഫിക്കറ്റോട് ആവശ്യമുണ്ട്, അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലപ്പോഴും അറിയാമല്ലോ. അപ്പൊ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഫയൽ വെച്ച് താമസിക്കുന്ന നിലപാടുണ്ടാവും. അപ്പൊ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ എന്താ ഈ ഫയലിന്റെ കാര്യം എന്തായാലും ചോദിക്കുമ്പോഴേക്കും ഇന്ന് ഉദ്യോഗസ്ഥൻ ലീവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, മറ്റു ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്, അടുത്ത ദിവസം തന്നെ റെഡിയാവും എന്നൊക്കെ പറയും. പക്ഷെ മേ ബി ആ ഫയൽ അവിടെ തന്നെ ആയിരിക്കും, ഓഫീസിൽ തന്നെ ആയിരിക്കും നിന്നുണ്ടാവുക. പക്ഷെ ഇന്നിപ്പോ നമുക്കറിയാം ഈ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ പോർട്ടൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഈ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നൊക്കെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ ഓഫീസ് എന്ന് പറയും, കേരള ഗവൺമെന്റ് ഓരോ കുറെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് ഈ ഭാഗത്തിൽ. ഈ ഓഫീസ് എന്നൊക്കെ പറയുന്ന ഒരുപാടധികം ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ ഗവൺമെന്റ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ നമുക്ക് ഫയൽ നമ്പർ അറിയാമെങ്കിൽ ആ ഫയൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. എവിടെയാണ്, ഏത് ഓഫീസിലാണ്, ഏത് ഉദ്യോഗസ്ഥന്റെ കൈകളിലാണ് നമ്മുടെ നിലവിലെ ഫയൽ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വെച്ച് കുറച്ചുകൂടെ നമുക്ക് ഇൻഫോംഡ് ആകാൻ സാധിക്കും. അപ്പൊ അതുവഴി നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ വിച്ച് മീൻസ് മോർ ആൻഡ് മോർ ട്രാൻസ്പെറന്റ്. അതുവഴി ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരെ നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും. ഇത്ര ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് ഫയൽ, എന്തുകൊണ്ട് ഇതിന്മേൽ നടപടി എടുത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് ഈ ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ചേർന്ന് വരുമ്പോഴേക്കും അത് എന്തിലേക്ക് നയിച്ചോളും, റെഡ്യൂസ്ഡ് കറപ്ഷനിലേക്കും പൊക്കോളും. സോ അത് ഈ ഗവേണൻസിന്റെ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് അഡ്വാൻറ്റേജ് കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവേണൻസ്. ഓക്കെ, ഇപ്പം നമ്മൾ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇവിടെ എടുക്കാം. ഇപ്പം ഗ്രാമസഭയുടെ മീറ്റിംഗ് നടക്കുന്നു. ഇപ്പം പണ്ട് കാലങ്ങളിൽ ഗ്രാമസഭ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിപ്പ് നൽകുന്നത് ഈ പോസ്റ്റർ മീൻസ് നോട്ടീസ് പ്രിന്റ് ചെയ്തിട്ടാണ്. അപ്പൊ ആ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു വാർഡിന് അങ്ങേയറ്റത് ഒരുപാട് ദൂരം മാറിയുള്ള വീടുകളിലൊന്നും ചിലപ്പോൾ ഈ അറിയിപ്പ് എത്തത്തില്ല. ബിക്കോസ് അവിടെ ഒരാൾ തന്നെ ഈ നോട്ടീസ് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരുപാട് ദിവസം എടുക്കുമല്ലോ. അങ്ങേ അറ്റത്തുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ എത്തുമ്പോഴേക്കും ഈ ഗ്രാമസഭയുടെ ഡേറ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ റീച്ച് വളരെയധികം കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, ഇലക്ട്രോണിക് രീതിയിലൂടെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന കാരണം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങ് എൻഡ് ടു എൻഡ് പോയിന്റ് വരെ നമുക്ക് ഇതിനകത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗവേണൻസിന് അഡ്വാൻറ്റേജ്. എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവേണൻസും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതന്നെ ഈ പറഞ്ഞ പോലെ എംപവറിംഗ് പീപ്പിൾ. നമ്മൾ ഓരോരോ അറിയിപ്പോൾ ഗവൺമെന്റ് ജനങ്ങളുടെ ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ ഓരോരോ പദ്ധതികളെ കുറിച്ചിട്ടും ഒക്കെ ഈ പറഞ്ഞാൽ നമ്മൾ MyGov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ ഈ പറഞ്ഞ സർക്കാരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ PAB വെബ്സൈറ്റിലൂടെ സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സർക്കാർ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വിച്ച് മീൻസ് മോർ ആൻഡ് മോർ വി ആർ എംപവറിംഗ് പീപ്പിൾ ത്രൂ ഇൻഫർമേഷൻസ്. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബിസിനസിന്റെയും ഇൻഡസ്ട്രീസിന്റെ ഒക്കെ തന്നെ ഇന്റർഫേസ് നമ്മൾ വർദ്ധിപ്പിക്കുക, ലൈക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മുടെ നാട്ടിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അനുവാദത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളിലെ പെർമിഷൻസ് വേണ്ടി നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങി ഈ പറഞ്ഞ പോലെ പൊക്കോണ്ടിരുന്നിട്ട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ PM ഗതിശക്തി എന്ന് പറഞ്ഞ ഗവൺമെന്റ് വെബ്സൈറ്റ് പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഏകദേശം 16ഓളം മിനിസ്ട്രികളുടെ കോമ്പിനേഷൻസ് ആണ് ആ ഒരു പോർട്ടലിനകത്ത്. സോ ഒറ്റ ഫയൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലൂടെയാണോ ഫയൽ പോകേണ്ടത് അത് പോയി നമുക്ക് ഫൈനലി നമുക്ക് ഇതിന് അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. ബ്യൂറോക്രാറ്റിക് ഡിലേസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ലൈക്ക് പണ്ട് നമ്മുടെ നാട്ടിൽ ലൈസൻസ് രാജ് സിസ്റ്റം എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ റെഡ് ടേപ്പീസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഈ ഗവേണൻസ് സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. പക്ഷേ ഇത്രയും ബെനിഫിറ്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അല്ലെ. ഇതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇവിടെ ചലഞ്ചസ് ആണ് മെയിൻ. ഇത് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കോസ്റ്റ്, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങി വെക്കണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോസ്റ്റ് നല്ലൊരു പ്രശ്നമാണ്. പിന്നെ ഇതിലൂടെ കിട്ടുന്ന ഡേറ്റാസ്, ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഫയലിന് വേണ്ടിയിട്ട് ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ഡേറ്റാസ് ഉണ്ടാവും. നമ്മുടെ ഇൻകത്തിനെ കുറിച്ചുള്ള ഡേറ്റ ഉണ്ടാവും, നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ഡേറ്റാസ് ആണ്. അതൊക്കെ സുരക്ഷിതമായിട്ടാണോ സൂക്ഷിക്കുക എന്നുള്ള കാര്യത്തിലാണ് സംശയിക്കുന്നത്. അപ്പോൾ ഡേറ്റ ബ്രീച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി എന്നുള്ള കൺസേണോട് വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെയുള്ള എല്ലാ ലാംഗ്വേജ് എന്ന് പറയുന്നത് കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയണം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇത് ലോക്കൽ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളും പലപ്പോഴും കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ മെയിൻ്റെനൻസ് ഇഷ്യൂ, ഇതാണല്ലോ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. കാരണം നമ്മൾ പുതിയതായിട്ട് എല്ലാം ടെക്നോളജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷേ ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ കാലത്ത് മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ടെക്നോളജി ആയിരിക്കത്തില്ല അടുത്ത വർഷം ഉണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത മാസം മേ ബി ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇന്നൊരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തു, അതിന് നമ്മൾ ടൈംലി അപ്ഡേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജിക്കലി ബാക്ക് ആവുക ചെയ്യുന്നത്. അപ്പം അതുപോലെ മെയിൻ്റെനൻസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിസ്റ്റംസും കാര്യങ്ങളും ഈ പറഞ്ഞ പെട്ടെന്ന് കേടുപാടുകൾ വരാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. സോ മെയിൻ്റെനൻസ് ഇഷ്യൂ, ലോക്കൽ ലാംഗ്വേജ്, പ്രൈവസി, പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ ഡിവൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു എന്താ പറയാ നമ്മുടെ ഗ്രാമസഭയുടെ മീറ്റിംഗ് ഒക്കെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അയക്കാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഡേറ്റ ഒന്നും നമുക്കില്ല.
അപ്പൊ അതൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ നമുക്ക് ഒരു സജഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. സ്റ്റിൽ അതിനകത്തും ഈ പറഞ്ഞ പോലെ ചലഞ്ചസ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. വിച്ച് മീൻസ് ഡിജിറ്റൽ ഡിവൈഡ്, അതായത് മൊത്തത്തിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ 30% പോപ്പുലേഷൻ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളൂ. ആ കാര്യം ഓർത്തിരിക്കണം. 70% ആളുകൾ ഇപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഡിവൈഡ് ഇവിടെ കൂടുതലാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഓൺലി 29% വുമൺസ് ആർ ഹാവിംഗ് ആക്സസ് ടു ഇന്റർനെറ്റ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇൻഫർമേഷൻസ് പൂർണ്ണമായിട്ട് എല്ലാ ആളുകളിലേക്കും എത്തും എന്ന് നമുക്കും പറയാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. പണ്ട് എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനോടൊപ്പം തന്നെ പോകാനായിരിക്കും ശ്രമിക്കുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ടോ മാറി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മടി, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റിക് വിഭാഗങ്ങളിലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ളതും ഒരു പ്രശ്നമായിട്ട് ചലഞ്ചായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചലഞ്ചസും ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. അനലൈസിംഗ് ദ 2023 കാസ്റ്റ് ബേസ്ഡ് സെൻസസ് ഓഫ് ബീഹാർ. ഓക്കെ, 2023 ബീഹാറിൽ സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നു, കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ചുറ്റിക്കൊണ്ടുള്ള അനലൈസേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സിനിമയെ കുറച്ച് ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം ഇതിന്റെ ഭാഗമായിട്ട്, കാരണം പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം കാസ്റ്റ് ബേസ്ഡ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇന്ത്യയിൽ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഡീറ്റെയിൽഡ് കാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്തത് 1871-72 സെൻസസിലായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം 1931 നമുക്കിവിടെ സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രീ ഇൻഡിപെൻഡൻസിലും ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ പൊതുവായിട്ട് നമ്മളിവിടെ നാഷണൽ ലെവലിൽ ഒരു സെൻസസ് നടപ്പാക്കിയത് 2011. യൂഷ്വലി നമ്മുടെ പൊതുവായിട്ടുള്ള സെൻസസ് നടക്കുമല്ലോ, പോപ്പുലേഷൻസ്, അതിന്റെ ഒപ്പം ഇത് ചെയ്യാറുണ്ട്. 2011 നമ്മളൊരു സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 46.7 ലക്ഷം കാസ്റ്റ് കാറ്റഗറീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് 8.2 crore അക്നോളജ്ഡ് എറേഴ്സ്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. 46 ലക്ഷം ഈ പറഞ്ഞ കാസ്റ്റ് കാറ്റഗറീസ് ഉള്ളത് കണ്ടുപിടിച്ചു. അതിനോടൊപ്പം നമ്മൾ കണ്ടുപിടിച്ച ഒരു പോയിന്റ് ആണ് 8.2 കോടി അക്നോളജ്ഡ് എറേഴ്സും ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം. എക്സ്പോസിംഗ് ദ കോംപ്ലക്സിറ്റി ഓഫ് കാസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇതുകൊണ്ടാണ് ശരിക്കും ഇത്രയും കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ടാണ് ഫർദർ ഓൺ നമ്മൾ ഈ കാസ്റ്റ് സെൻസസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്, അല്ലെ? ജനങ്ങളുടെ വെൽഫെയറിന് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം, അപ്ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അനുഭവിച്ച ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് നമ്മുടെ സർക്കാരിനെയും നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് സർട്ടൻ അഫർമേറ്റീവ് ആക്ഷൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലൈക്ക് അതിൽ ഉദാഹരണമാണ് റിസർവേഷൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും കൃത്യമായുള്ള കണക്കുകൾ അറിയണം. ഓരോ വിഭാഗങ്ങൾ നമ്മൾ റിസർവേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ എത്രത്തോളം ആളുകളുണ്ട്, അവരുടെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇനിയും അവർക്ക് റിസർവേഷൻ ആവശ്യമാണോ, അല്ലെങ്കിൽ അവർ എല്ലാവരുടെ ഒപ്പം എത്തിയോ എന്നുള്ള നിലപാട് നമുക്ക് അറിയണം. എങ്കിലേ ഉള്ളൂ അതിൽ നമ്മൾ ടൈമിലി അപ്ഡേറ്റ് നടത്തി കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാസ്റ്റ് ബേസ്ഡ് സെൻസസ്, സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഒക്കെ നടപ്പാക്കുന്നത്. പക്ഷേ ഇത് നടപ്പാക്കുമ്പോൾ ഇതിന് എത്രത്തോളം എറേഴ്സും എത്രത്തോളം കോംപ്ലക്സും ആണ് ഈ സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എനിവേ ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രിലിംസിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. പോസ്റ്റ് ഇൻഡിപെൻഡൻസിലും പ്രീ ഇൻഡിപെൻഡൻസ് സിറ്റുവേഷൻസിലും ഇന്ത്യയിൽ കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നടന്നത് 1871-72 കാലഘട്ടത്തിൽ, പിന്നെ 1931 കാലഘട്ടത്തിൽ, പിന്നെ 2011 നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2023 ബീഹാറിൽ, അത് ലോക്കൽ ലെവലിൽ നടത്തിയതാണ്, സംസ്ഥാനത്തിൽ മാത്രമായിട്ട് നടത്തിയതാണ്. നാഷണൽ ലെവലിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം 2016-17 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരെണ്ണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഡേറ്റ നമ്മൾ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാസ്റ്റ് സെൻസസ് ഡേറ്റ 2011 ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പക്ഷെ എനിവേ ഇതിന്റെ ചലഞ്ചസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അതാണ് ആ ബീഹാർ സെൻസസിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ബീഹാറിൽ പോലും ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ കാസ്റ്റ് സെൻസസിന്റെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ചസ് ആണ് അതിനകത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റ് മൊബിലിറ്റി ആൻഡ് മിസ് ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മൾ വീട്ടിൽ ഈ പറഞ്ഞ കാസ്റ്റ് ഈ പറഞ്ഞ എടുക്കുന്ന സെൻസുമായിട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ അവരുടെ കാസ്റ്റ് തെറ്റിച്ച് പറയാറുണ്ട്. ലൈക്ക് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹയർ കാസ്റ്റിലേക്ക് പറയാറുണ്ട്. റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ മേ ബി അവരുടെ കാസ്റ്റിൽ നിന്നും ഹയർ ആയിട്ടുള്ള കാസ്റ്റിൽ ഈ പറഞ്ഞ പോലെ അത് സോഷ്യൽ പ്രസ്റ്റീജ് ആയിട്ട് കണക്കാക്കി ഹയർ കാസ്റ്റിലെ പേരുകൾ പറയാറുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ മിസ്മാച്ച് ഉണ്ടാക്കാറുണ്ട്, എറർ ഉണ്ടാക്കാറുണ്ട്. ഇനി ചിലപ്പം ചില ആളുകൾ എന്ത് കഴിഞ്ഞാൽ ലോവർ കാസ്റ്റിന്റെ പേര് പറയും. അവരുടെ കാസ്റ്റ് ഏതെന്ന് ചോദിക്കുമ്പോൾ ലോവർ കാസ്റ്റിന്റെ പേര് പറയും. വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ രീതിയിൽ റിസർവേഷന്റെ എന്തെങ്കിലും ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടുന്നതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ നോക്കിയാൽ രണ്ടായാലും എറർ തന്നെയാണ്. ഒന്ന് മുകളിലേക്ക് കയറ്റി പറയുന്നു, ഒന്ന് താഴത്തേക്ക് താത്തി പറയുന്നു. അപ്പൊ രണ്ടായാലും എറർ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ആളുകൾ ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ ആ വീട്ടിലെ ആളുകളുടെ പേര് അറിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പറഞ്ഞ കാസ്റ്റിന്റെ പേരും കൂടെ വെച്ചിട്ട് നമ്മുടെ നെയിം പറയാറുണ്ടല്ലോ. അപ്പൊ ആ പേര് വെച്ചിട്ട് ചിലർ അസ്യൂം ചെയ്യും, ഇയാൾ ഈ പറഞ്ഞ മേ ബി അത് വേറെ ഒരു പേരായിരിക്കാം, ജസ്റ്റ് ഒരു ഇതിനായിട്ട്
രീതിയിൽ പേരായിരിക്കും, ആളുടെ കാസ്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ സർനെയിം ആയിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷെ ആ പേര് വെച്ചിട്ട് ചിലപ്പം ഈ സെൻസസിനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഓർക്കും അയാളും ഇന്ന അതേ ഇന്ന കാസ്റ്റിൽ പെടുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി കാസ്റ്റ് നോമിനേറ്റ് അവിടെ രേഖപ്പെടുത്തി വെക്കും. മേ ബി അത് ആളുടെ സർനെയിമിന്റെ ജസ്റ്റ് ഒരു സർനെയിം ആയിരിക്കും, കാസ്റ്റ് പേരാണെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള എന്യൂമറേറ്റഡ് ബയാസുകൾ, ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഈ പറഞ്ഞ പോലെ ചലഞ്ചസ്, ഒരുപാട് എറേഴ്സ് ഇതിനകത്ത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ ആ ഒരു കാസ്റ്റ് സെൻസസ് നടപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ ഫർദർ അണ്ടർമൈനിങ് റിലയബിലിറ്റിയുടെ ഇഷ്യൂസ് അതിനകത്ത് വളരെ കൂടുതലായിരുന്നു. ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസും ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ എറേഴ്സ് ഇതിനകത്ത് കയറി വരാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിലൂടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സെൻസസ് മനസ്സിലാക്കിയാലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ റിസർവേഷൻസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഇനിയും കൂടുതൽ ആവശ്യമാണോ, അതോ ഈ പറഞ്ഞ പോലെ ഒരേ ലെവലിലേക്ക് എല്ലാവരും എത്തിയെങ്കിൽ ഈ പറഞ്ഞ പതുക്കെ അത് മാറ്റാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ സെൻസസ് അറിഞ്ഞെങ്കിൽ, ഈ കാസ്റ്റ് വൈസ് സെൻസസ് അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇംപ്ലിക്കേഷൻസ് കാരണമാണ് ഇത് പൊതുവിൽ അധികം നടപ്പാക്കാത്തത്. വേറെ ഒന്നല്ല, ഒന്ന് ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ ആണ്. ഒരുപാട് അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗം. കാരണം അത്രത്തോളം കാസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഹ്യൂജ് അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ. രണ്ടാമതായിട്ട് പോളിസി ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിനകത്ത് പ്രശ്നങ്ങൾ വന്നേക്കാം. ബിക്കോസ് ചിലപ്പോൾ എങ്ങാനും ഈ പറഞ്ഞ നമ്മൾ എടുക്കുന്ന പോളിസീസിനെ തെറ്റായിട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ എടുക്കുവാണ് ഇന്ന കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ ഇപ്പൊ ഇത്ര ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അവർ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഇത്ര നാളും കിട്ടിക്കൊണ്ട് ബെനിഫിറ്റ് മാറ്റിയേക്കാം എന്ന് തീരുമാനം എടുക്കും. ആക്ച്വലി പക്ഷെ അവരുടെ എണ്ണം അത്രത്തോളം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എടുത്ത ഡേറ്റ തെറ്റായതുകൊണ്ടിട്ടായിരിക്കും നമുക്ക് മിസ് ഡേറ്റ കിട്ടും. അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് ആ കാര്യങ്ങൾ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇലക്ഷനകത്തൊക്കെ തന്നെ ഇപ്പം ഈ ഡേറ്റ എന്ന് പറയുമ്പോഴേക്കും സർക്കാരിന്റെ കയ്യിൽ ഡേറ്റ കിട്ടുമല്ലോ. അപ്പൊ മേ ബി ഇപ്പം ഇലക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൂടുതൽ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാസ്റ്റിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മൈനർ കാസ്റ്റിൽ പെടുന്ന ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ടുള്ള റിസ്ക്കും വളരെ വളരെ കൂടുതലാണ്. ഇത് പോളിസി ഇംപ്ലിമെന്റേഷനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം, മൈനർ കാസ്റ്റുകൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന്റെ ഭാഗമായേക്കാം, മീൻസ് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് ഇടയാക്കിയേക്കാം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ ഒരുപാട് കോസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇതുകൊണ്ടുണ്ടാകാം. ഇതാണ് കാസ്റ്റ് സെൻസസിന്റെ ഒരു ചലഞ്ചസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്തായാലും നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് നമ്മുടെ ഫിലിം സ്പേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ഉജാല സ്കീം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു 10 years ഓഫ് എനർജി എഫിഷ്യൻ ലൈറ്റിംഗ് എന്നുള്ളതാണ് ഒരു സ്കീമിന്റെ ഹെഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന. ഇത് ഇന്നലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെ 10 yearsന്റെ ഒരു ഡേറ്റ വന്നത്. അപ്പൊ എന്തുകൊണ്ടും നമുക്കിപ്പോൾ ഇത്രയും ഈ 10 years ഇങ്ങനെയൊക്കെ വരുമ്പം അത് ഫിലിംസിലും ചോദിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം എന്താണ് ഈ ഉജാല സ്കീം എന്നുള്ളത്. സോ ഇത് LED ഡിസ്ട്രിബ്യൂഷൻ സ്കീമാണ്. ഇത് 5th January 2015 ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടുതലും ഫിലമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ഫിലമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ബൾബുകളൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലുണ്ടായിരുന്നത്. ആ ബൾബിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്നിപ്പോ നമ്മൾ വീടുകളിൽ അങ്ങനത്തെ ബൾബുകൾ ഉപയോഗിക്കുന്ന കുറവാണ്. ഇന്നിപ്പോ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മിക്ക LED ബൾബിന്റെ ഒക്കെ വോൾട്ടേജ് നോക്കുവാണെങ്കിൽ 9 വോൾട്ട് ആ റേഞ്ചിലൊക്കെ ബൾബുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേ ബൾബ് ഇട്ട സാഹചര്യത്തിൽ പണ്ട് നമ്മൾ അതേ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 20 വോൾട്ടിന്റെയും അല്ലെങ്കിൽ 40 വോൾട്ടിന്റെ ഒക്കെയാണ് ആ ടങ്സ്റ്റൺ ഫിലമെന്റ് ബൾബുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വിച്ച് മീൻസ് ഇന്നിപ്പോ നമ്മൾ കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയിട്ട് മാറി. അതാണ് ഈ LED ബൾബുകളുടെ ഒരു അഡ്വാൻറ്റേജ്. അതായത് കുറഞ്ഞ വൈദ്യുതി ചാർജിൽ നമുക്ക് കൂടുതൽ പ്രകാശം നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പണ്ട് ആ 20 വോൾട്ടിന്റെ ബൾബ് ഉപയോഗിച്ചാൽ നമുക്കിപ്പോൾ 9 വോൾട്ടിന്റെ LED ബൾബ് ഉപയോഗിച്ചാൽ മതി. അത്രത്തോളം നമ്മുടെ കറണ്ട് കൺസംഷൻ കുറഞ്ഞു. സോ കറണ്ട് കൺസംഷൻ കുറയുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ച് എനർജി എഫിഷ്യന്റ് ആയിട്ട് മാറാൻ സാധിക്കും. ഇതിന്റെ ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഈ ഒരു പദ്ധതി ഉജാല എന്നുള്ള പദ്ധതി കൊണ്ടുവന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, ഈ ഒരു സ്കീം വരുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും പരീക്ഷയിൽ തെറ്റിക്കാൻ ഒരു ചാൻസ് ഉള്ളത്, ഇതേ പേര് പോലെ തന്നെ നമുക്ക് തോന്നിക്കും മറ്റൊരു സ്കീം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് പിടികിട്ടി കാണും, ഉജ്ജ്വല എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ഉജ്ജ്വല എന്ന് പറയുന്ന LPG കണക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഉജ്ജ്വല. ഓക്കെ, ഉജ്ജ്വല എന്ന് പറയുന്നതാണ് LED ബൾബ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം. ഓക്കെ, സോ ഇത് മെയിൻലി വേറെ നല്ല ഡൊമസ്റ്റിക് എഫിഷ്യൻ ലൈറ്റിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു ഗവൺമെന്റ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവ ഡീറ്റെയിൽ നോക്കാം. ലോഞ്ച് ചെയ്ത് 2015 ഇത് LED ബേസ്ഡ് ഡൊമസ്റ്റിക് എഫിഷ്യൻ ലൈറ്റിംഗ് പ്രോഗ്രാം ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അതിന്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് എഫിഷ്യൻ യൂസേജ് ഓഫ് എനർജി ഫോർ ഓൾ. ഓക്കെ, കൺസംഷന്റെ ഭാഗമായിട്ട് കറണ്ട് എഫിഷ്യന്റ് ആക്കി മാറ്റുക, സേവിങ്സ് ഒരുപാട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഗവൺമെന്റ് തന്നെ ഏജൻസിയായ ഈ പറഞ്ഞ പോലെ എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് ആണ്. വിച്ച് ഗവൺമെന്റ് കമ്പനി അണ്ടർ മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ്. ഇവരാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രകാരം എവറി ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡ് ഹാവിംഗ് എ മീറ്റേഡ് കണക്ഷൻ, എല്ലാ വൈദ്യുതി കണക്ഷനുള്ള വീടുകളിൽ ഈ പറഞ്ഞ പോലെ അവരുടെ അതാത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്ന് നമുക്ക് LED ബൾബുകൾ കിട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, പണ്ട് ഇത് വന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ 2 ഫിലമെന്റ് ബേസ്ഡ് ബൾബ് ഉണ്ടെങ്കിൽ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞതിന് പകരം ഈ പറഞ്ഞ നമുക്ക് ഈ ഒരു LED ബൾബുകൾ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ KSEB ആണ്. KSEB നിന്ന് 2 ഒരു LED ബൾബുകൾ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ അത് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് LED ബൾബുകൾ അങ്ങനെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് മാത്രമല്ല, ഈ സ്കീം വന്നതിലൂടെ കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ സ്കീം വന്ന സമയത്ത് ഒരു LED ബൾബിന് 300-350 രൂപ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പം ശരാശരി 70-80 അല്ലെങ്കിൽ 100 രൂപ റേഞ്ചിലേക്ക് നമുക്ക് LED ബൾബുകളെ
മാറ്റി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വോൾട്ടേജ് അനുസരിച്ച് ഇതിന് മുകളിലേക്കുള്ളതുകൊണ്ട് എന്നാലും ഒരു ശരാശരി ഒരു റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൂടുതലും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബൾബുകൾ LED ബൾബുകൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് മാറി. പണ്ട് ഈ ഒരു 300-350 ഇത് അഫോർഡബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇത് വാങ്ങാൻ മടിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് കൂടുതൽ അഫോർഡബിൾ ആയി മാറി. സോ മാസീവ് എനർജി സേവിങ്സും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുവഴി പറഞ്ഞ നമുക്ക് ഏകദേശം 386 ടൺ ഈ പറഞ്ഞ പോലെ ക്രോർ ടൺ CO2 എമിഷൻസിലും റിഡക്ഷൻ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ഗെയിം ചേഞ്ചർ ഇൻ ഡൊമസ്റ്റിക് ലൈറ്റിംഗ് ഇൻഡസ്ട്രിയിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഒരുപാട് LED ബൾബുകൾ നമുക്ക് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്, കാരണം അത്രത്തോളം ആവശ്യകതയുള്ള കാരണം. സോ അതുവഴി ഈ പറഞ്ഞ പോലെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ കൊണ്ടുവന്നു. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതും ഈ സ്കീമിന്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പം പ്രധാനമായിട്ട് സ്കീമിന്റെ ബേസിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് പവർ ആണ്. അടുത്തായിട്ട് ഈ പറഞ്ഞ പോലെ ഇത് എനർജി എഫിഷ്യന്റിന്റെ ഭാഗമായിട്ട് എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് 2015 ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം എടുത്തിട്ട് ഓർത്തിരിക്കും. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിൾ, പഞ്ചാബ് ഓപ്പൺസ് സ്കോളർഷിപ്പ് പോർട്ടൽ ഫോർ OBC EBC DNT സ്റ്റുഡൻസ് അണ്ടർ PM-SSC സ്കീം എന്നുള്ളതാണ് ഹെഡിങ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പഞ്ചാബിന്റെ കാര്യം പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു സ്കീമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. PM-SSC സ്കീമിനെ കുറിച്ചാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ PM-SSC എന്ന് പറയുമ്പോഴേക്കും ഫുൾ ഫോം എന്ന് പറയാം പ്രൈം മിനിസ്റ്റേഴ്സ് യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീം എന്നുള്ളതാണ് PM-SSC സ്കീമിന്റെ ഫുൾ ഫോം പറയാൻ സാധിക്കുന്നത്. സോ ഇത് ബേസിക്കലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. എസ്പെഷ്യലി OBC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് വിഭാഗത്തിൽ ക്ലാസ്സുകളിൽ പെടുന്ന കുട്ടികൾ, ഡീനോട്ടിഫൈഡ് ട്രൈബ്സിൽ പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ, ഇവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുമ്പോൾ ഈ സ്കീമിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന 2 കാര്യങ്ങൾ ചേർത്താണ് വെച്ചിരിക്കുന്നത്. ലൈക്ക് ഡോക്ടർ അംബേദ്കർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സ്കീം ഫോർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സുകളും, അതുപോലെ ഡോക്ടർ അംബേദ്കർ പ്രീ മെട്രിക് ആൻഡ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സ്കീം ഫോർ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ശരിക്കും ഈ സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്കീമിനകത്തുള്ള ലക്ഷ്യം വെക്കുന്നത് 2 സെക്ഷൻ ഉണ്ട്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, പോസ്റ്റ് മെട്രിക്കും ഉണ്ട്. പ്രീ മെട്രിക് സ്കോളർഷിപ്പിൽ അവൈൽ ചെയ്യണമെങ്കിൽ കുട്ടി 9th ക്ലാസ്സിലായിരിക്കണം. 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും കിട്ടും. അപ്പൊ 9ാം ക്ലാസ്സിൽ ഈ സ്കോളർഷിപ്പ് പ്രീ മെട്രിക് സ്കോളർഷിപ്പിൽ എൻറോൾ ചെയ്യുവാണെങ്കിൽ 9ലും 10ലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഈ കുട്ടികൾ കിട്ടും. എല്ലാ കുട്ടികളും കിട്ടുമെന്ന് ചോദിച്ചാൽ അല്ല. ഏത് വിധത്തിൽപ്പെടുന്ന കുട്ടികളാണ്? OBC, EBC ആൻഡ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സിൽ വരുന്ന കുട്ടികളായിരിക്കണം. പിന്നെ അവരുടെ ഫാമിലി ഇൻകം 2.5 ലക്ഷത്തിൽ കുറവും കൂടി ആയിരിക്കണം. എങ്കിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ക്ലാസ് 9ലേക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കിട്ടും. ഇനി പോസ്റ്റ് മെട്രിക് ഉണ്ട്. പോസ്റ്റ് മെട്രിക് ആണെങ്കിൽ ക്ലാസ് 11ലാണ് അതിനകത്ത് എൻറോൾ ചെയ്യുന്നത്. 11-12 ക്ലാസ്സുകളിലേക്കുള്ളതാണ് പോസ്റ്റ് മെട്രിക്. പ്രീ മെട്രിക് ആണെങ്കിൽ ക്ലാസ് 9, 10 ക്ലാസ്സിലേക്കാണ്. അതിൽ 9ലായിരിക്കണം എൻറോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ് ആണ്. സ്കീം പഠിക്കുക ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആണെന്ന് കൃത്യമായിട്ട് നോക്കണം. ജസ്റ്റ് ലൈക്ക് നമ്മൾ തൊട്ടും എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് പറഞ്ഞല്ലോ. ഇവിടെ ഈ പറഞ്ഞ പോലെ PM-SSC സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. അണ്ടർ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത PM-SSC സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആണോ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.